ഹാപ്പി വുമൻസ് ഡേ ഡിയേഴ്സ്. സോ ഇന്നത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവർ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ ഓൾറെഡി നേരത്തെ 7:30 ഓഫീസിൽ എത്തുന്നതുകൊണ്ട് തന്നെ ആ സർപ്രൈസ് നമ്മളുടെ ഇടയിൽ അങ്ങ് പൊളിഞ്ഞു കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ ബാക്കിയുള്ളവരുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾ ഇരുന്നു. അപ്പൊ അത് ഓരോരുത്തരുടെ ടേബിളിൽ ഇങ്ങനെ എന്താ പറയാ അവരുടെ ഫോട്ടോയും ആ ഒരു ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അപ്പം പിന്നെ എനിക്കൊരു അൺഎക്സ്പെക്ടഡ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളിത് ഓരോരുത്തരുടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ളവരെ ഹാപ്പിനെസ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണല്ലോ അവർ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ. അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ സെറ്റ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. അവർ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, എല്ലാവരെയും ആ ഒരു ചിരി കാണുമ്പോൾ ഈ ഒരു രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി മടി പിടിച്ചൊക്കെ ഓഫീസിൽ വരുന്നൊരു സമയത്ത് കയറി വരുമ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം കാണുമ്പോൾ അത്രയും എല്ലാവരുടെ ഫേസിലും ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളൊരു ഫോട്ടോ അങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമാണല്ലോ. അപ്പൊ ഈ ഒരു വുമൻസ് ഡേക്ക് നമ്മൾ ഓഫീസിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച ഏറ്റവും വലിയ സർപ്രൈസ് ഇത് തന്നെയായിരുന്നു കേട്ടോ. എല്ലാ വർഷത്തെ പോലെ ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു മെമ്മറബിൾ ഡേ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് ഈ ഒരു പുച്ഛഭാവം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. എല്ലാത്തിനും അവളുടെ ആ ഒരു ഫോട്ടോ ആണോ വെക്കാറ് എന്നുള്ളൊരു ചെറിയൊരു ഇതാണ്. അങ്ങനെ ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോസ് ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഓരോ കോഡ്സ് ഒക്കെ ഇതിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു സർപ്രൈസ് ഈ ഒരു ഡേ നമുക്ക് അതിനുള്ള നമ്മുടെ ടീമിന് നമ്മൾ താങ്ക്സ് പറയാണ്. സോ ഇന്നത്തേക്ക് അത്രയുള്ള ബൈ ബൈ.